students, welcome to my college. Next നമ്മൾ നോക്കാൻ പോകുന്നത് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ഓഫ് കൺസ്യൂമർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചത് എന്താണ്? സെയിൽസ് പ്രൊമോഷനും റീറ്റെയിലേഴ്സ്, ഹോൾസെയിലേഴ്സ്, കൺസ്യൂമറെ കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്തു. ഇനി നമ്മൾ കൺസ്യൂമേഴ്സിന് അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും എന്താണ്? കൺസ്യൂമേഴ്സ് ആണല്ലേ. ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഓരോ സാധനങ്ങൾ കൺസ്യൂം ചെയ്യും വാങ്ങുന്ന ഒക്കെ ആൾക്കാരാണ്. അപ്പോൾ നമ്മളാണ് ഈ കൺസ്യൂമർ. അപ്പം നമുക്ക് കുറേ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കുന്നത്. അപ്പോൾ ഹൂസ് കൺസ്യൂമർ? ആരാണ് കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ? Simply speaking, consumer is a person who consumes or uses various goods and services. അല്ല, നമ്മൾ ഡിഫറെൻറ്റ് ഗുഡ്സിനെ കൺസ്യൂം അല്ലെങ്കിൽ വാങ്ങുക അല്ലെങ്കിൽ അതിനെ ഉപയോഗിക്കുന്ന ആളെയാണ് നമ്മൾ ആരെന്ന് പറയുന്നത്? കൺസ്യൂമർ അല്ലേ. ഗുഡ്സ് ആൻഡ് സർവീസസിനെ വാങ്ങുക മാത്രമല്ല അതിനെ യൂസ് ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൺസ്യൂമർ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് എന്തൊക്കെ വരാം? ഡ്യൂറബിൾ ഗുഡ്സ് ഉണ്ടായിരിക്കാം, അതല്ലെങ്കിൽ കൺസ്യൂമബിൾ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡേ ടു ഡേ നമ്മൾ കഴിക്കുന്നത്, അതായത് വീറ്റ് ഫ്ലോർ, സോൾട്ട്, ഷുഗർ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതൊക്കെയാണ് കൺസ്യൂമർ ഗുഡ്സ്. ഡ്യൂറബിൾ ഗുഡ്സ് എന്തൊക്കെയാണ് വരുന്നത്? ടെലിവിഷൻ, ഫ്രിഡ്ജ്, മിക്സി, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ഡ്യൂറബിൾ ഗുഡ്സ് ആയിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്തരമുള്ള ഓവറോൾ ഇത്ര എല്ലാ ഗുഡ്സിനും നമ്മൾ വാങ്ങിക്കുകയും അതിനെ യൂസ് ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൺസ്യൂമർ എന്ന് പറയുന്നത്. ഓക്കെ, എ കൺസ്യൂമർ ഈസ് വൺ ഹു ബൈസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ യൂസ്. ഓക്കെ, യൂസിന് വേണ്ടിയിട്ട് വാങ്ങുന്ന ആൾക്കാരാണ് കൺസ്യൂമർ. അതാണ് കൺസ്യൂമർ. എന്നിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ഈസ് കൺസ്യൂമറിസം. കൺസ്യൂമർ എന്താണെന്ന് നോക്കി. കൺസ്യൂമറിസം എന്ന് പറഞ്ഞാൽ എന്താണ്? Consumerism is to a movement by consumers to ensure fair and honest practices on the part of manufacturers and traders, dealers and services providers, relation consumer. അതായത് കൺസ്യൂമറിസം എന്ന് പറഞ്ഞാൽ ഈ നമ്മളിപ്പോൾ വാങ്ങുന്നത് ആരുടെ അടുത്തുനിന്നായിരിക്കും ഗുഡ്സ്? ഒന്നുകിൽ മാനുഫാക്ചേഴ്സ്, അല്ലെങ്കിൽ റീറ്റെയിലേഴ്സ്, അല്ലെങ്കിൽ ആരാണ്? സപ്ലയേഴ്സ്, ഡീലേഴ്സ്, സർവീസ് പ്രൊവൈഡേഴ്സ്, അല്ലേ? അങ്ങനെ ആരുടെ അടുത്തുനിന്നാണോ നമ്മൾ ഈ സാധനങ്ങൾ ഇപ്പോൾ പർച്ചേസ് ചെയ്യുന്നത് അവരുടെ അടുത്തുള്ള നമ്മളെ ഒരു റിലേഷൻഷിപ്പ്, അല്ലേ? അവർക്ക് കസ്റ്റമേഴ്സായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അവർക്ക് കസ്റ്റമേഴ്സുള്ള റിലേഷൻഷിപ്പ്, അവർ കസ്റ്റമേഴ്സുള്ള ഒരു മൂവ്മെൻറ്റിനെയാണ് നമ്മൾ കൺസ്യൂമറിസം എന്ന് പറയുന്നത്. അതൊരു ടേമാണ്. അതായത് ഈ നമ്മൾ ആരുടെ അടുത്തുനിന്നാണ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അടുത്തുനിന്ന് വാങ്ങിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ആ ആൾക്കാർ. അതിൽ ഇപ്പം നമ്മൾ നേരത്തെ കുറേ ചാനൽസ് പഠിച്ചല്ലോ, അല്ലേ? അപ്പോൾ അതിൽ ആരാണോ അവർക്ക് നമ്മളോട് കൺസ്യൂമേഴ്സിനോടുള്ളൊരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ബിഹേവിയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കൺസ്യൂമറിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കത് ഇനി വഴിയെ പഠിക്കാനുണ്ട്. അതായത് അവർക്കൊക്കെ എങ്ങനെയാണ് അവരും നമ്മളും തമ്മിലൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് കൺസ്യൂമറിന് അവർ കൺസ്യൂമറോട് അവർക്ക് നല്ല രീതിയിൽ ബിഹേവ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കൂ എന്നുള്ള രീതിക്കല്ലാതെ അവർക്ക് കുറേ റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ കൺസ്യൂമറിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ മൂവ്മെൻറ്റ് ബൈ ബി റിഗാർഡഡ് ആൻ അറ്റംപ്റ്റ് by individual consumer activities and consumer association for creating consumer awareness about the malpractices in the market and finding ways to means of product their interest. അതായത് കൺസ്യൂമറിസത്തിൽ എന്ത് വരും? ഫെയർ പ്രൈസിലായിരിക്കണം പ്രോഡക്റ്റ് കൊടുക്കേണ്ടത്, അല്ലേ? അതായത് ചിലർ നമ്മൾ പറഞ്ഞു എന്ത് റിലേഷൻഷിപ്പാണ്? ഫെയർ ആയിരിക്കണം, ഹോണസ്റ്റ് റിലേഷൻഷിപ്പ് ആയിരിക്കണം കൺസ്യൂമറായിട്ട് ഈ ആരാണോ പ്രോഡക്റ്റ് കൊടുക്കുന്ന ആ ആൾക്കുണ്ടാകും. മാനുഫാക്ചേഴ്സോ ഡീലേഴ്സോ ആർക്കായാലും. അതായത് ഓരോ കൺസ്യൂമറിനും ഓരോ ഡിഫറെൻറ്റ് പ്രൈസസിലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, അവരുടെ പ്രോഡക്റ്റ് വിൽക്കാൻ പാടില്ല. അപ്പം ഫെയർ ആൻഡ് ഹോണസ്റ്റ് ആയിരിക്കണം, മാൽ പ്രാക്ടീസസ് ഒന്നും പാടില്ലാത്ത രീതിയിലായിരിക്കണം അവർ കൺസ്യൂമേഴ്സിനോട് ഇടപെടേണ്ടത്. അതാണ് കൺസ്യൂമറിസം. ഇപ്പോൾ കൺസ്യൂമർ ഇതിനൊക്കെ വേണ്ടിയിട്ട് എന്താണ്? ഈ കൺസ്യൂമേഴ്സിന് പ്രൊട്ടക്ഷൻ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അനുസരിച്ച് കൺസ്യൂമേഴ്സിന് എന്തുണ്ട്? നമ്മൾ വാങ്ങുന്ന പ്രോഡക്റ്റിൻ്റെ മുകളിലും അവരുടെ എന്താ പറയുക എന്തെങ്കിലും ബിഹേവിയർ ഇതിലൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം? അവർക്കെതിരെ ലീഗൽ മൂവ്മെൻറ്റ് നടത്താം. റീറ്റെയിലേഴ്സിനായാലും പ്രൊഡക്റ്റിനായാലും എന്തെങ്കിലും നമുക്ക് അവരുടെ അടുത്തുനിന്നൊരു ഡിസ്ഹോണസ്റ്റോ അൺഫെയർ പ്രാക്ടീസസോ ഒക്കെ എന്തെങ്കിലും ഫീൽ ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 വന്നത്. അത് പ്രകാരം എന്താണ്? കൺസ്യൂമേഴ്സിന് കുറേ റൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സിന് ധാരാളം റൈറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ് കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്സ് നോക്കാം. ഫസ്റ്റ് റൈറ്റ് ആണ് എന്ത്? റൈറ്റ് ടു സേഫ്റ്റി. അതായത് കൺസ്യൂമേഴ്സിന് സേഫ്റ്റി, അതായത് നമ്മൾ ഈ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ഒക്കെ വാങ്ങുന്ന സമയത്ത് നമുക്ക് ഫ്രിഡ്ജ് ആയാലും ഗ്യാസിൻ്റെ ആയാലും ശരി, മിക്സി ആയാലും ശരി,
ഇതിലൊക്കെ എന്താണ് ഒരു സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുക കൺസ്യൂമേഴ്സിന്, അതായത് അതൊക്കെ കറക്റ്റായിട്ട് വേണം അവർ സപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ആ പ്രോഡക്റ്റ് വാങ്ങിയിട്ട് എന്തെങ്കിലും സേഫ്റ്റിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ കൺസ്യൂമേഴ്സിന് എന്ത് ചെയ്യാം, ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പറയാൻ നമുക്ക് കോർട്ടിലേക്ക് പോയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് കൺസ്യൂമർ കോർട്ട് പോയിട്ട് അവർക്ക് പണിഷ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ റൈറ്റ് ടു സേഫ്റ്റി ഫസ്റ്റ് പ്രയോറിറ്റിയാണ്. അതായത് കൺസ്യൂമർ ഹാവ് ദ റൈറ്റ് ടു പ്രൊട്ടക്ട് അഗെയിൻസ്റ്റ് മാർക്കറ്റിംഗ് ഓഫ് ഗുഡ്സ് വിച്ച് ഇൻജുറിയസ് അല്ലെ. അത് സേഫ്റ്റിയിൽ നമ്മളിപ്പം ഈ ഇലക്ട്രോണിക് ഐറ്റംസ് മാത്രമല്ല, നമ്മൾ നമ്മൾ എന്തുപയോഗിക്കും, കോസ്മെറ്റിക് ഐറ്റംസ് ആയാലും ശരി, അങ്ങനത്തെ അതേപോലെ മെഡിസിൻസ്, അതൊക്കെ എന്താണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആയിട്ട് നമുക്ക് ഫയർ ചെയ്യും, അതായത് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതായത് അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ടെസ്റ്റ് ഡോസ് നടത്തിയിട്ടൊക്കെ അവർ വിപണിയിൽ അത് പൊതുവെ ഇറക്കുള്ളൂ അവർ. അപ്പോൾ അത്രയും സേഫ്റ്റി അവർക്ക് പ്രധാനമാണ് കൺസ്യൂമേഴ്സിനുള്ളത് എന്നുള്ളതാണ്. ദെൻ എന്താണ് സെക്കൻഡ് റൈറ്റ് ആണ് റൈറ്റ് ടു ബി ഇൻഫോംഡ്. അതായത് ഫസ്റ്റ് റൈറ്റ് ടു സേഫ്റ്റി, സെക്കൻഡ് ആണ് റൈറ്റ് ടു ബി ഇൻഫോംഡ്, ഇൻഫോം ചെയ്യാനുള്ള റൈറ്റ്. അതായത് എന്താണ് റൈറ്റ് ടു ബി ഇൻഫോംഡ് അബൌട്ട് ദ ക്വാണ്ടിറ്റി, ക്വാളിറ്റി, പ്യൂരിറ്റി, സ്റ്റാൻഡേർഡ് ഓർ ഗ്രേഡ് ആൻഡ് പ്രൈസ് ഓഫ് ദ ഗുഡ്സ് ആൻഡ് അവൈലബിൾ സോ ദാറ്റ് ദേ ക്യാൻ മേക്ക് പ്രോപ്പർ ചോയ്സ് ബിഫോർ ബൈയിങ് ആൻഡ് പ്രോഡക്റ്റ്. അതായത് നമുക്കൊരു പ്രോഡക്റ്റ് വാങ്ങുമ്പം അതിനെപ്പറ്റി അതിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റി, പ്രൈസ്, സേഫ്റ്റി, അതേപോലെ തന്നെ അതിൻ്റെ സ്റ്റാൻഡേർഡ്, ഗ്രേഡ്, അതിൻ്റെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിയാനുള്ള ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യാനുള്ള റൈറ്റ് ആയിരിക്കുന്നുണ്ട് കൺസ്യൂമേഴ്സിനുണ്ട് എന്നാണ് പറയുന്നത്. ഒന്നും അറിയാതെ നിങ്ങൾ പ്രൊഡക്റ്റ് വരുമ്പോൾ ഇത് ചോദിക്കുമ്പോൾ ഇത് ഞാൻ പറയില്ല അത് പറയില്ല എന്നുള്ള അവകാശം ആർക്കില്ല, റീറ്റെയിലേഴ്സിനും മാനുഫാക്ചേഴ്സിനും ഇല്ല. അത് പ്രോഡക്റ്റിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഇൻഫോർമേഷൻ ആർക്ക് പാസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, അറിയാനുള്ള റൈറ്റ് ഉണ്ട്, കൺസ്യൂമേഴ്സിനുള്ള റൈറ്റ് ഉണ്ട്. അപ്പം റൈറ്റ് ടു ബി ഇൻഫോംഡ് സെക്കൻഡ്. ദെൻ റൈറ്റ് ടു ചൂസ്, അതായത് ചൂസ് ചെയ്യുക അല്ലേ. നമുക്ക് ആരും നമ്മളെ എന്ത് ചെയ്യാം ഭീഷണിപ്പെടുത്തി ത്രട്ടണിങ് ചെയ്തിട്ടോ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യിക്കില്ല. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം ഈ റൈറ്റ്സ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ വാങ്ങുന്നത്. നമുക്കിത് കേൾക്കുമ്പം ഒരു ഇത് തോന്നാത്തത്. അതല്ലാതെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങി, നമുക്കൊരു സാധനം ഇഷ്ടപ്പെട്ടു, ഞാൻ അത് എടുക്കുന്നത് പറഞ്ഞാൽ അത് പറ്റില്ല, നിങ്ങൾ ഇത് എടുത്തിട്ട് പോയാൽ മതി എന്നുള്ളൊരു ഇതാണെങ്കിലോ. അപ്പം ഇതൊന്നും നമുക്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഇത്രയും റൈറ്റ്സ് ഉള്ളതുകൊണ്ട് നമ്മളിത് അറിയുന്നില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഷോപ്പിൽ പോകുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ട പ്രോഡക്റ്റ് കാണുന്നു, നമുക്ക് അത് പർച്ചേസ് റൈറ്റ് ചൂസ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്, കൺസ്യൂമേഴ്സിനുണ്ട്. ഞാൻ റൈറ്റ് ടു ബി ഹേർഡ്, അതായത് എന്താണ് റൈറ്റ് ടു ബി ഹേർഡ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കംപ്ലയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രോഡക്റ്റിനെ പറ്റിയിട്ട്, നമ്മൾ യൂസ് ചെയ്തതിനെ പറ്റിയിട്ടോ അതിൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള റൈറ്റ് ആയിരിക്കുന്നുണ്ട് കൺസ്യൂമേഴ്സിനുണ്ട്. അത് ഒന്നെങ്കിൽ നേരിട്ട് റീറ്റെയിലേഴ്സിൻ്റെ അടുത്ത് തന്നെ പറയാം, അല്ലെങ്കിൽ അവിടെ നിന്നാണ് ഹോൾസെയിലേഴ്സ് ആരോട് പറയാം. ഇവിടെ നിന്നൊന്നും നമുക്ക് നമ്മളെ ജസ്റ്റിസ് കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കൺസ്യൂമർ കോർട്ടിൽ അതിനുള്ള റൈറ്റ് ഉണ്ട്, നമുക്ക് പോയിട്ട് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. ഞാൻ റൈറ്റ് ടു സീക്ക് റിഡ്രസൽ. റൈറ്റ് ടു സീക്ക് റിഡ്രസൽ എന്ന് പറഞ്ഞാൽ എന്താണ്, റീപ്ലേസ്മെൻറ്റ്. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പ്രോഡക്റ്റിന് എന്തെങ്കിലും ഡാമേജോ കംപ്ലയിൻസോ ഒക്കെ ഉണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിന് അതായത് ഒന്നെങ്കിൽ അത് എന്താ പറയുക എക്സ്ചേഞ്ച് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അതിൻ്റെ മോണിറ്ററി ബെനിഫിറ്റ് തിരിച്ചു കൊടുക്കുക, എന്താണോ അതിന് വേണ്ട സൊല്യൂഷൻ എടുക്കുക, റിഡ്രസ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്, കൺസ്യൂമേഴ്സിനുണ്ട്. ദെൻ റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ, അതായത് നമ്മളെ മാൽ പ്രാക്ടീസസ് അല്ല, കൺസ്യൂമേഴ്സിന് എല്ലാവർക്കും സെയിം പ്രൈസ് ഫെയർ ഹോണസ്റ്റ് പ്രൈസിലാണ് പ്രോഡക്റ്റ് കൊടുക്കുന്നത് എന്നുള്ളത്, അതിൻ്റെ അവെയർനെസ്, എക്സ്പ്ലോയിറ്റ് ഓരോ കൺസ്യൂമറെ എക്സ്പ്ലോയിറ്റ് ചെയ്യല്ല എന്നുള്ളത് അറിയാനൊക്കെയുള്ള റൈറ്റ് ആർക്കുണ്ട്, കൺസ്യൂമേഴ്സിനുണ്ട്. അപ്പം ഇങ്ങനെ ഒരു 6 റൈറ്റ്സ് ആണ് നിലവിൽ, നമുക്ക് 6 റൈറ്റ്സ് ആണ് ഓരോ കൺസ്യൂമേഴ്സിനുള്ളത്. അപ്പോൾ നിങ്ങൾ ഓരോ കൺസ്യൂമേഴ്സ് ആണെങ്കിൽ നമുക്കൊക്കെ ഉള്ള റൈറ്റ്സ് ആണിത്. അതായത് ഫസ്റ്റ് ടു ബി എന്ന റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ബി ഇൻഫോംഡ്, ദെൻ എന്താണ് ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റൈറ്റ് ടു ബി ഇൻഫോംഡ്, റൈറ്റ് ടു ചൂസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, റൈറ്റ് ടു ബി ഹേർഡ്, ദെൻ റൈറ്റ് ടു സീക്ക് റിഡ്രസൽ, റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. അപ്പോൾ ഇത്രയും റൈറ്റ്സ് ആണ് ആർക്കുള്ളത്, കൺസ്യൂമേഴ്സുകളുള്ളത്. ദെൻ നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, റെസ്പോൺസിബിലിറ്റി ഓഫ് കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന് അതേപോലെ റൈറ്റ്സ് പറഞ്ഞ പോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എന്തൊക്കെയാണ് കൺസ്യൂമേഴ്സിനുള്ള റെസ്പോൺസിബിലിറ്റി? അതായത് കൺസ്യൂമേഴ്സിനും അവരോട് ഇട്ടിട്ട് കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. റീറ്റെയിലേഴ്സ് ആയാലും നമ്മുടെ പ്രോഡക്റ്റ് ആരുടെ അടുത്ത് നിന്നാണോ വാങ്ങുന്നത് അവരുടെ അടുത്ത്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, റെസ്പോൺസിബിലിറ്റി ഓഫ് സെൽഫ് ഹെൽപ്പ്. അതായത് it is always desirable that the consumer should not depend on the seller of information, choice of far
as possible a consumer used to expected to act in a responsible manner to protect yours. അതായത് റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അതായത് ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ട് ഇപ്പം ഈ എന്താ പറയുക ഇൻഫോർമേഷൻ ഗ്യാദർ ചെയ്യുക എന്നുള്ളത്. ഇപ്പം ഇന്നലെ ഒരു പുതിയ ബ്രാൻഡ് ഇറങ്ങി, ആ ബ്രാൻഡിന് ആ സെയിൽസ്മാൻ പറയുന്നത് മാത്രം വിശ്വസിച്ചിട്ട് നമ്മൾ ആ പ്രോഡക്റ്റ് വാങ്ങേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. നമുക്ക് റെസ്പോൺസിബിൾ ആണ്. നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ ആ സാധനം വാങ്ങണമെന്നുള്ളതിന് ആരാണ് ഫസ്റ്റ് റെസ്പോൺസിബിൾ? കൺസ്യൂമർ. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി അവെയർ ആവാൻ വേണ്ടിയിട്ട് എവിടെ നിന്നൊക്കെ ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്യാം എന്നുള്ളതിനൊക്കെ ഒരു സെൽഫ് എന്താ പറയുക ഹെൽപ്പ് എടുക്കുക എന്നുള്ളത് നമ്മളെ റെസ്പോൺസിബിലിറ്റിയാണ്. ദെൻ പ്രൂഫ് ഓഫ് ട്രാൻസാക്ഷൻസ്. അതായത് the second responsibility of every consumer is that the proof of purchase and documents relating to purchase of durable goods should be invariably obtained and preserved. അതായത് നമ്മളെ ഒരു ഇപ്പം ഡ്യൂറബിൾ ഗുഡ്സൊക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ പർച്ചേസ് ചെയ്തതിൻ്റെ ഡോക്യുമെൻറ്റ്സ്, അതിൻ്റെ റെസീപ്റ്റ്സ്, ഇതൊക്കെ നമ്മളെ റെസ്പോൺസിബിലിറ്റി ഇത് വാങ്ങി വെക്കുക എന്നുള്ളതല്ലേ. നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് വാങ്ങി അതിൻ്റെ ബില്ല് സൂക്ഷിക്കുക, അതിൻ്റെ വാറണ്ടി കാർഡ് സൂക്ഷിക്കുക, ഗ്യാരണ്ടി ഇത് അങ്ങനെയുള്ള നമുക്ക് ഇത് ക്ലെയിം ചെയ്യാൻ എന്തെങ്കിലും ഇൻ കേസ് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ അത് ക്ലെയിം ചെയ്യാൻ നമ്മളെ കയ്യിൽ ഒരു ഡോക്യുമെൻ്റ് എവിഡൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളത് റെസ്പോൺസിബിലിറ്റിയാണ്? നമ്മളെ റെസ്പോൺസിബിലിറ്റി. അപ്പം എന്താണ് റൈറ്റ് ടു പ്രൂഫ് ഓഫ് ട്രാൻസാക്ഷൻ. നമ്മൾ എന്ത് ട്രാൻസാക്ഷൻ നടത്തിയാലും അതിൻ്റെ പ്രൂഫ് കയ്യിൽ വെക്കുക എന്നുള്ളത് നമ്മളെ റൈറ്റ് ആണ്. ദെൻ പ്രോപ്പർ ക്ലെയിം. അതായത് എക്സ്പെക്റ്റഡ് ടു നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻസോ ക്ലെയിംസോ കോമ്പൻസേഷനോ കിട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ട് അത് ക്ലെയിം ചെയ്യാനുള്ള നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ ഡോക്യുമെൻറ്റ്സും അതിനുള്ള എല്ലാ ഡീറ്റെയിൽസും എല്ലാ ഇൻഫർമേഷനും നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് നമ്മളെ റെസ്പോൺസിബിലിറ്റിയാണ്. ദെൻ പ്രോപ്പർ യൂസ് ഓഫ് പ്രോഡക്ട്സ് ആൻഡ് സർവീസ്. അല്ലേ, ചിലത് നമ്മളെ മിസ്റ്റേക്ക് ആയിരിക്കും. നമ്മളൊരു സാധനം വാങ്ങി നമ്മളെ കൈ കൊണ്ട് എന്തെങ്കിലും പറ്റിയിട്ട് നമ്മൾ വെറുതെ പോയിട്ട് ഇങ്ങനെ ക്ലെയിം ചെയ്യാൻ നമുക്ക് റൈറ്റ് ഉണ്ടായിരിക്കില്ല. നമ്മളെ റെസ്പോൺസ് നമ്മളെ ഭാഗത്തുനിന്ന് വീഴ്ച വരാതെ അതിനെ ഇപ്പം ചില മൊബൈൽസ് ആയാലൊക്കെ ശരി നമ്മളെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോയിട്ട് അവരെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മളെ റെസ്പോൺസിബിലിറ്റിയാണ് അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുക, സേഫായിട്ട് കടക്കുക എന്നുള്ളതും നമ്മളെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ ഇത്രയും 4 റെസ്പോൺസിബിലിറ്റിയാണ് ആർക്കുള്ളത്? കൺസ്യൂമേഴ്സിനുള്ളത്. ഫസ്റ്റ് വൺ എന്താണ്? റെസ്പോൺസിബിലിറ്റി ഓഫ് സെൽഫ് ഹെൽപ്പ് ആൻഡ് പ്രൂഫ് ഓഫ് ട്രാൻസാക്ഷൻ, പ്രോപ്പർ ക്ലെയിം, പ്രോപ്പർ ഓഫ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൺസ്യൂമേഴ്സിൽ വരുന്നത്. ഇപ്പോൾ കൺസ്യൂമറിസം, റൈറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ പറഞ്ഞു 6 റൈറ്റ്സ് ഉണ്ട്. ആ റൈറ്റ്സ് ദെൻ റെസ്പോൺസിബിലിറ്റി ഓഫ് കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്സിലുള്ള കാര്യങ്ങളാണ്. ദെൻ എന്താണ് ഇപ്പോൾ തന്നെ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നമ്മൾ നോക്കി. എന്നാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. ഇത് പ്രകാരമാണ് നമ്മൾ പറഞ്ഞു കൺസ്യൂമേഴ്സിന് എന്തുള്ളത്. നമ്മൾ വെറും ഒരു കൺസ്യൂമർ മാത്രമാവാതെ നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ അവരുടെ ബിഹേവിയേഴ്സിനൊക്കെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്കത് ക്ലെയിം ചെയ്യാനുള്ള ഈ ആക്ട് പ്രകാരമുള്ള റൈറ്റാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിയ റീറ്റെയിലേഴ്സിന് നമ്മൾ എവിടെ നിന്നാണോ വാങ്ങിയ ആ ഷോപ്പിൻ്റെ അടുത്ത് പോയിട്ടായിരിക്കും നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യില്ല, ഷോപ്പ് ഓണേഴ്സിൻ്റെ അടുത്ത്. അപ്പോൾ അവിടുന്ന് നമുക്കൊരു ജസ്റ്റിസ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ കൺസ്യൂമർ കോർട്ട് പോയിട്ട് നമ്മളെ പ്രോഡക്റ്റിനെതിരെ നമുക്ക് എന്താണോ പറ്റിയത് അത് ക്ലെയിം തിരിച്ചു പിടിക്കാനോ എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ അതിന് ക്ലെയിം ചെയ്യാനുള്ള അവകാശം ആർക്കുണ്ട്? കൺസ്യൂമേഴ്സിനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഓക്കെ, താങ്ക് യു.